കാരണം 2 തിമോഥെയോസിൽ പറയുന്ന ആ കാര്യം അവൻ അറിയാമായിരുന്നു. നാം അവനോടുകൂടെ മരിക്കുന്നെങ്കിൽ നാം അവനോടുകൂടെ ജീവിക്കും. എവിടെ ഒരു മരണമുണ്ടോ അവിടെ ഒരു ഉയർപ്പുണ്ട്. അതാണ് സ്നാനത്തിലൂടെ നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരാൾ എന്നെ വെള്ളത്തിനടിയിലേക്ക് മുക്കാൻ ഞാൻ അനുവദിക്കുന്നു, പിന്നെ ഞാൻ പുറത്തു വരുന്നു. സ്നാനത്തിലൂടെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് എന്താണ്? ഞാൻ പറയാണ്, കർത്താവേ, ഞാൻ മരിക്കാൻ തയ്യാറാണ്. ഒരാൾ എന്നെ കൊല്ലാനായിട്ട് ഞാൻ അനുവദിക്കുകയാണ്. കാരണം നീ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ വെള്ളത്തിനടിയിൽ മുക്കിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാൽ ഞാൻ സ്നാനപ്പെടാനായിട്ട് ആഗ്രഹിക്കുകയില്ല. ഇല്ല. ശത്രു നിന്നെ സ്നാനപ്പെടുത്താൻ നീ ആഗ്രഹിക്കുമോ? ഒരാൾ എന്നെ വെള്ളത്തിലേക്ക് മുക്കാൻ ഞാൻ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവൻ എന്നെ ഉയർത്തുമെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഞാൻ ഒരാൾ എന്നെ ക്രൂശിക്കാൻ ആഗ്രഹിക്കുമ്പം ഞാൻ അതിന് അനുവദിച്ചു കൊടുക്കുന്നത്? കാരണം ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്നെ അവിടുന്ന് ഉയർത്തുമെന്ന്. ആ മരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് ഞാൻ അനുവദിച്ചു കൊടുത്താൽ ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിലേക്ക് പകരും. അതാണ് സ്നാനത്തിൻ്റെ അർത്ഥം. അതാണ് നിങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ ആ സ്നാനത്തിലൂടെ നിങ്ങൾ ഏറ്റുപറഞ്ഞ കാര്യം. ഒരുപക്ഷെ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, കർത്താവെ, ഞാൻ മരിക്കാനായിട്ട് എപ്പോഴും തയ്യാറാണെന്ന് ഞാൻ പറയുകയാണ്. ഒരാൾ എന്നെ കുഴിച്ചു മൂടാനായിട്ട് ഞാൻ അനുവദിക്കുകയാണ്. കാരണം ഞാൻ അവനോടുകൂടെ മരിച്ചാൽ അവനോടുകൂടെ ജീവിക്കും. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു. ഇപ്പം ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും ഞാൻ എൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ മരണം വഹിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിൽ വ്യാപരിക്കുന്നു. അതാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ മറ്റൊരു കാര്യം, ഞാൻ വിശ്വസിക്കുന്നു ഞാനിവിടെ മരിച്ചാൽ ദൈവം എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ക്രൂശിലേക്ക് യേശു പോയത് ഈ വിശ്വാസത്തോടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ വിശ്വസിക്കുന്നു പിതാവ് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതുകൊണ്ട് അവരെന്നെ ക്രൂശിക്കട്ടെ. പിതാവ് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർ നമ്മെ ക്രൂശിക്കുമ്പം നമ്മൾ പോരാടുന്നത്? പിതാവ് നമ്മളെ ഉയർപ്പിക്കുമെന്ന് നാം വിശ്വസിക്കുന്നില്ല. നമുക്ക് വിശ്വാസമില്ല, അതാണ് പ്രശ്നം. നമ്മൾ ചിന്തിക്കുന്നു ഇവൻ എന്നെ കൊല്ലാൻ നോക്കുന്നു, ഞാൻ അവനോട് എതിർത്ത് നിൽക്കും. ഇല്ല, അവൻ എന്നെ കൊല്ലട്ടെ. ആത്മീയമായിട്ടാണ് ഞാൻ പറയുന്നത്. അത് വീട്ടിലുണ്ടാകുന്ന ഒരു പ്രശ്നമോ ഓഫീസിലോ അയൽവക്കത്തുകാരോ കൊണ്ടുള്ള ഏത് പ്രശ്നമോ ആയിക്കോട്ടെ, റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിരിക്കും. ഞാൻ അവനോട് പോരാടുകയില്ല. ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ യേശുവിൻ്റെ ജീവൻ അവൻ എനിക്ക് തരും. ഇന്നു മുതൽ ഇങ്ങനെയൊന്ന് ജീവിച്ചു നോക്കി. ഇത് സംഭവിക്കുമെന്ന് നോക്കിക്കേ. അത് നിശ്ചയമായിട്ടും സംഭവിക്കും. ഞാൻ പറയട്ടെ, നിനക്കത് അനുഭവിക്കാൻ കഴിയും. നീ ഇതുവരെ അനുഭവിക്കാത്ത ചില കാര്യം നിനക്ക് അനുഭവിക്കാൻ കഴിയും. എപ്പോഴും യേശു ക്രിസ്തുവിൻ്റെ ആ മരണം നിങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ആ ജീവൻ നിങ്ങൾക്കൂടെ വെളിപ്പെട്ട് വരും. എന്താണ് ആ യേശുവിൻ്റെ ജീവൻ? 30 വർഷം യേശു ജീവിച്ച ആ ജീവിതം. അത് കണ്ടിട്ടാണ് പിതാവ് പറഞ്ഞ് ഞാനും എന്നിൽ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. അതേ ജീവനാണ് നിങ്ങളിൽ കൂടെയും വെളിപ്പെടാൻ പോകുന്നത്. നിങ്ങളെക്കുറിച്ചും പിതാവ് പറയും, ഞാനും എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. ഇതുവരെയും ഞാൻ നിന്നിൽ പ്രസാദിച്ചിരുന്നില്ല, എന്നാൽ ഇപ്പോൾ മുതൽ ഞാൻ നിന്നിൽ പ്രസാദിക്കുന്നു. അവൻ കാണും നിങ്ങൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത് എന്താ? ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്? 2 കൊരിന്ത്യർ 4:11. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ ക്രിസ്തു നിമിത്തം എല്ലായ്പ്പോഴും മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ആരെങ്കിലും നിരന്തരമായിട്ട് നിങ്ങളെ മരണത്തിന് ഏൽപ്പിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടുന്നുണ്ടോ? ആരോ നിന്നെ എല്ലാ ദിവസവും കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടോ? കർത്താവേ, ഉയർത്തെഴുന്നേൽക്കാനുള്ള അവസരം കർത്താവേ നീ എനിക്ക് എപ്പോഴും ഒരുക്കി തന്നുകൊണ്ടിരിക്കുകയാണോ? ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എപ്പോഴും മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണത്? അങ്ങനെ ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കി. ആ സാഹചര്യം നിങ്ങൾ ചിന്തിച്ചു, ആ സാഹചര്യം എത്രയോ മോശപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ നിങ്ങൾ മറ്റൊരു വെളിച്ചത്തിൽ അത് കാണുമ്പോൾ, കർത്താവെ, ഇവിടെ മരണത്തിന് നീ എന്നെ ഏൽപ്പിച്ചത് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിൽ കൂടി വെളിപ്പെടുത്തേണ്ടതിനായിരുന്നല്ലോ. മനോഹരമായ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിനേക്കാൾ അത്ഭുതകരമായ കാര്യം 12-ാം വാക്യം. ഈ മരണം ഞങ്ങളിൽ പ്രവർത്തിക്കുമ്പം കൊരിന്ത്യയിലുള്ള വിശ്വാസികളെ നിങ്ങളിൽ ജീവൻ വ്യാപരിക്കുന്നു. അത് അത്ഭുതകരമല്ലേ? ക്രിസ്തുവിൻ്റെ ജീവൻ എനിക്ക് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അത് എന്നിൽ കവിഞ്ഞൊഴുകിയിട്ട് മറ്റുള്ളവരിലേക്കും അത് ചെല്ലുന്നു. എന്നെ മരണത്തിന് ഏൽപ്പിക്കുമ്പോൾ ഒന്നാമത് എനിക്ക് ജീവൻ ലഭിക്കുന്നു, എന്നിട്ട് പറയുന്നു ആ ജീവൻ നിങ്ങളിലും വ്യാപരിക്കുന്നു. ഒന്നാമത് ആത്മാവിൻ്റെ ഫലമാണ് യേശുവിൻ്റെ ജീവൻ എന്നിൽ വരുന്നു. രണ്ടാമത് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ്, മറ്റുള്ളവരിൽ അത് ജീവൻ ഉണ്ടാക്കുന്നു. ഇപ്രകാരമാണ്
നാം ക്രിസ്ത്യ ജീവിതം നടത്തേണ്ടത്. അതുപോലെ ഇങ്ങനെയാണ് നാം ക്രിസ്ത്യ ശുശ്രൂഷ ചെയ്യേണ്ടത്. അങ്ങനെ നാം ജീവിക്കുമ്പം നാം ജീവിക്കുന്ന വിധം കൊണ്ട് നാം ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നു. അതുപോലെ നാം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഴുവൻ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് നിസ്സഹായതയോടെ കർത്താവിനെ ആശ്രയിക്കുന്നതാണ്. നാം ഇതിനാൽ പിടിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നാളുകൾ മുന്നോട്ട് പോകുമ്പം നാം ഇതിനാൽ കൂടുതൽ കൂടുതൽ പിടിക്കപ്പെടണം. കർത്താവിൻ്റെ വരവ് വളരെ സമീപമാണ്. നമ്മുടെ മുഴുവൻ ജീവിതത്തെയും തീ കൊണ്ട് ശോധന ചെയ്യുന്ന ഒരു ദിനം വരുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങൾ കേട്ടത് ആ ദിവസത്തിനാണ് നിങ്ങളെ ഒരുക്കുമെന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം.